നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്കുള്ള 5 റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒത്തിരി ആൾക്കാരുടെ വലിയ സ്വപ്നമാണ് ISROയിൽ ജോലി നേടുക എന്നുള്ളത്. അപ്പോൾ അതിന് സഹായകരമായ 5 റിക്രൂട്ട്മെന്റ്സ് എനിക്ക് തോന്നുന്നു ഈ ഏപ്രിൽ മാസത്തിലായിട്ട് 5 റിക്രൂട്ട്മെന്റുകൾക്കായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. അത് മിനിമം 10ാം ക്ലാസ് മുതൽ MTechകാർക്ക് വരെ അവസരങ്ങളുണ്ട്. ഡിഗ്രിക്കാർക്ക്, ഡിപ്ലോമക്കാർക്ക്, ITIക്കാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് ഒക്കെ അവസരങ്ങളുണ്ട്. ചിലതൊക്കെ അപ്രന്റീസ് അവസരമാണെങ്കിൽ ചിലത് ഫുൾ ടൈം ജോലി അവസരങ്ങളാണ്. ചില അവസരങ്ങൾക്ക് നിങ്ങൾക്ക് എക്സാം പോലും ഇല്ലാതെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒക്കെ ബലത്തിൽ കിട്ടാവുന്ന അവസരങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കൂടുതൽ അവസരങ്ങളും നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂരിലായിരിക്കും. അപ്പോൾ ISROയിലേക്ക് ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ISROയിലേക്ക് ജോലി വേണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തവർക്ക് എങ്ങനെ ISROയിൽ ജോലിയിലേക്ക് എത്താം, അതിന് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വിശദമാക്കുന്ന മറ്റൊരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ നൽകിയേക്കാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ISROയിലെ 5 റിക്രൂട്ട്മെന്റുകൾ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിച്ച് ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു ജോബ് അഷ്വേർഡ് പ്രോഗ്രാമാണ്. ജോലി കിട്ടിയില്ലെങ്കിൽ 100% ക്യാഷ് ബാക്ക് എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരം ഒരുക്കുന്നത് ബാംഗ്ലൂരും കോഴിക്കോടും ഒക്കെ പ്രവർത്തനമുള്ള അഡ്മിക് ഇൻഫോ ക്യാമ്പസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഇതിന്റെ ഫൗണ്ടറെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ റെനീഷ് എന്നുള്ളത്. ഇവരുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജോബ് അഷ്വേർഡ്. അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് അവർ വീണ്ടും സെക്കൻഡ് ഒരു പ്രോഗ്രാം കൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്വർക്ക് മാസ്റ്ററി അഷ്വറൻസ് പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി മേഖലകളിലൊക്കെ ഉള്ള പഠനങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനൊക്കെ ഉൾപ്പെടെയുള്ള പഠനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് മേഖലയിലെ സർട്ടിഫിക്കേഷനുകൾ CCNA, CCNB, CCIE പോലെയുള്ള സർട്ടിഫിക്കേഷനുകൾ പഠിക്കാം. അതല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, സെർവർ അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ട് എന്തിന് മൈക്രോസോഫ്റ്റിന്റെ MCSA വരെയൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല ബാക്കി പ്ലേസ്മെന്റിന് വേണ്ട സപ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമാണ്. ഏതാണ്ട് 8 to 10 monthsന്റെ ഒരു പ്രോഗ്രാമാണ്, ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാമാണ്, ജോബ് അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക്, അത് ഡിഗ്രിയോ ഡിപ്ലോമയോ എഞ്ചിനീയറിംഗോ ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഈ അഡ്മിക് ഇൻഫോ ക്യാമ്പസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകും. ISROയിൽ ലഭ്യമായിരിക്കുന്ന ആദ്യത്തെ അവസരം ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇത് ബാംഗ്ലൂർ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇത് ഒരു അപ്രന്റീസ് അവസരമാണ്. എൻഗേജിങ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് ട്രേഡ് അപ്രന്റീസ്, അതായത് ITI, ഡിഗ്രി, ഡിപ്ലോമക്കാർക്കൊക്കെയുള്ള അല്ലെ എഞ്ചിനീയേഴ്സിനൊക്കെയുള്ള ഒരു അപ്രന്റീസ് അവസരമാണ് ആദ്യം ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് ബാംഗ്ലൂരിലേക്കായിരിക്കും. ഇത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനി എന്നുള്ളതാണ്. ഇത് എഞ്ചിനീയേഴ്സിനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. BTech ഇൻ കൺസേൺ ഡിസിപ്ലിൻ, ഇങ്ങനെയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. 9,000 രൂപയായിരിക്കും ഇതിന് സ്റ്റൈഫൻഡായിട്ട് മന്ത്ലി ലഭ്യമാവുക. കമ്പ്യൂട്ടർ സയൻസിൽ 14 ഒഴിവുകൾ ബാംഗ്ലൂരുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 13 ഒഴിവുകൾ ബാംഗ്ലൂരുണ്ട്. ഇലക്ട്രിക്കലിൽ 2 ഒഴിവുകളാണ് ബാംഗ്ലൂരുള്ളത്. മെക്കാനിക്കലിൽ 4 ഒഴിവുകൾ ബാംഗ്ലൂരുണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ 2 ഒഴിവുകൾ ബാംഗ്ലൂരുണ്ട്. ലൈബ്രറി സയൻസിൽ ബാംഗ്ലൂർ 1 ഒഴിവ് ഉണ്ടായിരിക്കും. ഇനി ഡിപ്ലോമ അപ്രന്റീസ് ട്രെയിനി എന്ന ഇത് ഡിപ്ലോമക്കാർക്കുള്ളതാണ്. ഇവിടെ കാണാൻ സാധിക്കും ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതായത് പോളിടെക്നിക് ഡിപ്ലോമ കഴിയുന്നവർക്ക് 8,000 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭ്യമാവുക. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ബാംഗ്ലൂർ 2 ഒഴിവുകൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ബാംഗ്ലൂർ 1 ഒഴിവ്, ലക്നൌവിൽ 1 ഒഴിവ്, ശ്രീ വിജയപുരത്തും 1 ഒഴിവ്. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിൽ 6 ഒഴിവുണ്ട് ബാംഗ്ലൂർ. സിവിലിൽ ബാംഗ്ലൂർ 1 ഒഴിവാണുള്ളത്. ഇനി ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, അത് ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കഴിയുന്നവർക്ക് ബാംഗ്ലൂർ 5 ഒഴിവുണ്ട്. 8,000 രൂപയായിരിക്കും പ്രതിമാസ സ്റ്റൈഫൻഡ്. ഇതുകൂടാതെ ITIക്കാർക്ക്, ITI കഴിയുന്നവർക്ക് 7,000 രൂപ സ്റ്റൈഫൻഡിൽ ഒഴിവുകളുണ്ട്. ഇലക്ട്രോണിക്സിൽ ബാംഗ്ലൂർ 4 ഒഴിവ്, ലക്നൌവിലും ശ്രീ വിജയപുരത്തും 1 ഒഴിവാണ്. അതേപോലെ നിങ്ങൾക്ക് ഓരോ ഒഴിവുകൾ ഇവിടെ ബാംഗ്ലൂരിൽ മറ്റ് ഒഴിവുകൾ ലഭ്യമായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും.
നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇവരിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ടെസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും. ആദ്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവും കൂടി ആയിരിക്കും, അതിൻ്റെ ബേസിസിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഈ ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കാഡമിക് സ്കോർ ഇൻ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ ലെവൽ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു അപ്രന്റീസ് ആയിട്ട് ISROയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക, ഇമെയിലിലൂടെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നു. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 21 ഏപ്രിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. നമുക്ക് ISROയിലെ രണ്ടാമത്തെ അവസരം ഒന്ന് പരിശോധിക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തിൻ്റെ അനൗൺസ്മെന്റ് ആണ്. ഇവിടെ റിസർച്ച് ഫെലോ JRF, ഇത് പ്രത്യേകിച്ച് സ്പേസ് ഫിസിക്കൽ ലാബറട്ടറി SPL വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തേക്കാണ് JRF ജൂനിയർ റിസർച്ച് ഫെലോ എന്ന തസ്തികയിൽ. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നില്ല. 10 ഒഴിവുകളിലേക്കാണ്. ഓർക്കുക, ഇത് MSCക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവസരം. MSc അല്ലെങ്കിൽ MTech, MSc ഡിഗ്രി ഇൻ ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ് അങ്ങനെയൊക്കെയുള്ള ചില കോഴ്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ MS, ME, MTech ഇൻ അറ്റ്മോസ്ഫിയറിക് സയൻസ്, സ്പേസ് സയൻസ് അങ്ങനത്തെ ഒക്കെ മേഖലയിൽ കഴിഞ്ഞവർക്കുള്ളതാണ്. ഓർക്കുക, ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 2 എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് മുൻകൂട്ടി വളരെ വിശദമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചതിനാൽ ഞാൻ ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നില്ല. മൂന്നാമത്തേത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ISROയുടെ കീഴിൽ തിരുവനന്തപുരത്തേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ്. ഇതൊക്കെ പോസ്റ്റുകളിലേക്കായിരിക്കും. അസിസ്റ്റന്റ് രാജ്യഭാഷ എന്ന പോസ്റ്റിലേക്കുണ്ട്. 81,000 രൂപ വരെ പേ സ്കെയിലുള്ള അവസരങ്ങളാണ്. 2 ഒഴിവുകളാണുള്ളത്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുക? ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക് അല്ലെങ്കിൽ 6.32 CGPA ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് 25 വേർഡ്സ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ നന്നായിട്ട് യൂസ് ചെയ്യുവാനായിട്ട് അറിയുകയും ചെയ്യണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഉള്ളത് നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, ഈ ഒരു തസ്തികയിൽ 63,200 പേ സ്കെയിൽ വരുന്നത്. 5 ഒഴിവുകളാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിനിമം 10ാം ക്ലാസ്സെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് LVD ലൈസൻസ് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 3 years എക്സ്പീരിയൻസ് ആസ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് 5 പേരെ നിയമിക്കുന്നുണ്ട്. 63,200 വരെയാണ് പേ പാക്കേജ് ഉള്ള അവസരമാണ്. ഇവിടെ മിനിമം 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. HVD ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് സർവീസ് ബാഡ്ജ് കാണണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ 5 years ഓഫ് എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് വിച്ച് 3 years ആസ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മിനിമം 3 വർഷം ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, ടോട്ടൽ 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഫയർമെനായിട്ട് 63,200 വരെ ശമ്പളമുള്ള അവസരങ്ങളുണ്ട്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇവരുടെ ചില ഫിസിക്കൽ ഫിറ്റ്നസ് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. 3 ഒഴിവുകളാണുള്ളത്. കൂടാതെ കുക്കായിട്ടും 63,200 വരെ പേ സ്കെയിലിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ 5 year എക്സ്പീരിയൻസ് കുക്കൊക്കെ ആയിട്ട് വേണം. പ്രത്യേകിച്ച് ഹോസ്റ്റലിലോ ക്യാൻറ്റീനിലോ ഒക്കെ വേണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഈ ഫയർമാൻ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. ബാക്കിയൊക്കെ എക്സ്പീരിയൻസ് ആവശ്യമുള്ള വേക്കൻസികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 1-ാം തീയതി ഏപ്രിൽ മുതൽ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. 15-ാം തീയതി ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെയും അപേക്ഷിക്കേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് അടുത്ത അവസരം ISROയിലെ തന്നെ 4ാമത്തെ റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം 4ാമത്തെ അവസരം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, അത് ഓൾഡ് എയർപോർട്ട് റോഡ്, ബാംഗ്ലൂർ, ഇവിടേക്കാണ് ഈ 4ാമത്തെ അവസരം. 2 തസ്തികകളിലാണ് റിക്രൂട്ട്മെന്റ്. ഒന്ന് ജൂനിയർ റിസർച്ച് ഫെലോ JRF, മറ്റൊന്ന് റിസർച്ച് അസോസിയേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോ JRF, അത് 10-20 എണ്ണമുണ്ട്. JRF 01 മുതൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ JRF 20 വരെ ഉണ്ട്. അതുകൂടാതെ റിസർച്ച് അസോസിയേറ്റ്
6 അത് 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഈ JRF ഈ 20 എണ്ണം അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ JRF 1 ME MTech MSc എഞ്ചിനീയറിംഗ്, അത് മൈക്രോ ഇലക്ട്രോണിക്സ് ഓർ ഇക്വലന്റ് കഴിഞ്ഞവർക്കാണ്. ഇന്റർവ്യൂയിലൂടെയായിരിക്കും സെലക്ഷൻ നടത്തുക. JRF 2 എന്ന് പറഞ്ഞാലും ME MTech MSc എഞ്ചിനീയറിംഗ് ആണ്. അത് കമ്പ്യൂട്ടർ സയൻസ് ഓർ IT, എല്ലാം ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. JRF 3 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT ആണ്. JRF 4 നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, പവർ ഇലക്ട്രോണിക്സ് ഓർ ഇക്വലന്റിൽ ME MTech ഒക്കെ കഴിഞ്ഞവർക്ക്. JRF 5 MSc കെമിസ്ട്രി കഴിഞ്ഞവർക്കാണ്. JRF 6 MSc ഫിസിക്സ് കഴിഞ്ഞവർക്കാണ്. JRF 7 ME MTech അല്ലെ MSc എഞ്ചിനീയറിംഗ്, അത് ടെർമിനൽ എഞ്ചിനീയറിംഗ് അല്ലെ ടെർമിനൽ സയൻസ് അല്ലെ തെർമൽ സയൻസ് ആൻഡ് എനർജി സിസ്റ്റം, ഹീറ്റ് ട്രാൻസ്ഫർ ഇങ്ങനത്തെയൊക്കെയുള്ള മേഖലകളിലാണ് ME MTech കഴിഞ്ഞവർക്കാണ്. JRF 8 ME MTech ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ കഴിഞ്ഞവർക്ക്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ്, എയറോനോട്ടിക്കൽ, സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വിവിധ മേഖലകളിൽ ME MTech അല്ലെ MSc എഞ്ചിനീയറിംഗ് അല്ലെ MSc ഫിസിക്സ് അല്ലെങ്കിൽ MSc കെമിസ്ട്രി അങ്ങനെയൊക്കെയുള്ള വിവിധ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് 20 JRF അവസരങ്ങളുള്ളത്. ഇത് ഇന്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുക. ഇനി റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് 2 അവസരങ്ങളാണ്. അതും PGക്കാർക്കാണ്. ME MTech ഇൻ മൈക്രോവേവ് RF റഡാർ വിത്ത് മിനിമം 3 year എക്സ്പീരിയൻസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. RA2 ഇത് ME MTech ഇൻ മെറ്റീരിയൽ സയൻസ് ഓർ ഇക്വലന്റ് വിത്ത് 3 years ഓഫ് റിസർച്ച് എക്സ്പീരിയൻസ് എന്നിവ. ഇതും ഇന്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കും സെലക്ഷന്. അപ്പം ഇതിൻ്റെ റിക്രൂട്ട്മെന്റിന്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി 5ാമത്തെ റിക്രൂട്ട്മെന്റിലൂടെ ഒന്ന് വളരെ വേഗം പരിശോധിക്കാം. ISROയിൽ ലഭ്യമായിരിക്കുന്ന മറ്റൊരവസരം, ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തേക്കാണ്. ഇത് ടീച്ചിങ് വേക്കൻസിയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്സിൽ 1,51,100 വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് എസെൻഷ്യൽ എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് MSc കോഴ്സ് ഓഫ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് NCERT അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സോ അപ്ലൈഡ് ഫിസിക്സോ ന്യൂക്ലിയർ ഫിസിക്സിലോ ഒക്കെ MSc ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. B.Ed ഓർ ഇക്വലന്റ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. പ്രൊവിഷൻസ് ഇൻ ടീച്ചിങ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് അത് വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ നോളജും കാണണം. ഒരു ഒഴിവാണുള്ളത്. പ്രൈമറി ടീച്ചറായിട്ട് 1,12,400 വരെ ശമ്പളമുള്ള അവസരങ്ങളുണ്ട്. ഇതിന് സീനിയർ സെക്കൻഡറി ആണ് വിദ്യാഭ്യാസ യോഗ്യത, 50% മാർക്ക് ആൻഡ് 2 year ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ D.Ed അതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വിത്ത് 50% മാർക്ക് ആൻഡ് 4 year ബാച്ചിലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് BL.Ed ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി അതല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി വിത്ത് 2 year ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് 50% മാർക്ക് ആൻഡ് B.Ed. അപ്പം ബേസിക്കലി പറഞ്ഞാൽ ഒരു B.Ed വിത്ത് B.Ed 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. പിന്നെ സബ് ഓഫീസർ, ഇത് 1,12,400 വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. BSc വിത്ത് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് 9/4 അതായത് ഏപ്രിൽ 9 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ISROയിലെ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകളിൽ പോയി അതായത് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.